ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി കുട്ടിയെ ഒരുക്കുകയാണ് ആദിയെ സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അവന് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം അമ്മയോട് യാത്ര പറഞ്ഞ് ശ്രുതിയും മകനും കൂടി ഓട്ടോയിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓട്ടോയിൽ കയറി പോകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഇവനെക്കുറിച്ചാണ്, ശ്രുതിയെക്കുറിച്ചാണ് ആലോചിക്കുന്നത്. അങ്ങനെ ആ സമയത്ത് ചന്ദ്ര ഒരു കപ്പ് ചായയുമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ സമയം ഇവന്റെ ഈ ആലോചന, നീ ആരെയാ ആലോചിക്കുന്ന, ആ കളിയെക്കുറിച്ചാണോ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര. ഒരിക്കലുമല്ല അമ്മേ, അവളെക്കുറിച്ച് അവളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ നീ എന്താ ഇന്ന് ഷോപ്പിലോട്ട് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അമ്മേ, അവിടെ എന്തായാലും ഞാൻ ചെന്നിട്ട് കാര്യമില്ല, അവിടെ കച്ചവടമൊക്കെ കുറവാണെന്ന് പറഞ്ഞപ്പോൾ വരണ്ടാന്ന് പറഞ്ഞു അവർ എന്ന് പറയുന്നുണ്ട് ശ്രുതി. അപ്പം ആ സമയത്ത് ചന്ദ്ര പറയാണ്, കേട്ടോ നീ ഈ ചായ ഒന്ന് പിടിച്ചേ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ ചായ കൊടുക്കുകയാണ്. എന്നിട്ട് ഒറ്റ അടി അടിക്കുന്നുണ്ട് ചന്ദ്ര അവൻ്റെ മുഖത്തേക്ക്. എന്നിട്ട് പറയണേ, നീ ഇത്ര ബോധം ഇല്ലാതായിപ്പോയോ? അവർക്ക് അവിടെ നിന്നും പൈസ കക്കാനും പൈസ മാറ്റാനൊക്കെ വേണ്ടിയിട്ടാണ് നിന്നോട് അവിടേക്ക് ചെല്ലണ്ടെന്ന് പറഞ്ഞത്. നിന്റെ കട നീ തന്നെ പൂട്ടിക്കുമെന്ന് പറയുന്നുണ്ട്. അയ്യോ അമ്മേ, ഞാൻ അത്രയ്ക്ക് അങ്ങ് ചിന്തിച്ചില്ല. നീ ചിന്തിക്കില്ല, നീ പോയടാ, വേഗം കുളിച്ച് റെഡിയായി പോവാൻ നോക്കിയിടാന്ന് പറയുമ്പോൾ ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ മുകളിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അതേ സമയത്താണെങ്കിൽ നമ്മുടെ രവീന്ദ്രൻ പാത്തും പതുങ്ങി വരികയാണ്. രാവിലെ തന്നെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്കൂളിൻ്റെ ഡ്രൈവറായിട്ട് സ്കൂൾ ബസ്സിൽ ഡ്രൈവറായിട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വരികയാണ്. അപ്പം ചന്ദ്രയോട് പതുക്കെ സംസാരിക്കുന്നുണ്ട്. അതെ, രേവതിയും സച്ചിയും കേൾക്കണ്ട, ഞാൻ പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ഇപ്പം എന്നോടായോ യാത്ര പറച്ചില്ല, അവളോടെന്ത് രേവതി മോളോടല്ലേ പറയാറ് നിങ്ങൾ എന്ന് വെച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം അതാ പറഞ്ഞത്, അവരറിയണ്ട, ഞാൻ എന്തായാലും പോയിട്ട് വരാം, അവരറിഞ്ഞാൽ എന്നെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പതുക്കെ സംസാരിക്കുകയാണ്. അത് കേട്ടുകൊണ്ട് തന്നെ അവിടേക്ക് സച്ചിയും രേവതിയും കൂടി വരുന്നുണ്ട്. അങ്ങനെ അവർ വന്നിട്ട് പറയണം, അച്ഛൻ എവിടേക്കാണ് പോകുന്നത്? അതെ, എനിക്ക് പിന്നെ ഇവിടെ വരെ ഒന്ന് പോകണം, യൂണിയനിൽ വരെ ഒന്ന് പോകണം എന്നൊക്കെ ഇങ്ങനെ നുണ പറയുകയാണ്. അച്ഛൻ എവിടേക്കാണ് പോകുന്നത് ഞങ്ങൾക്കറിയാം, ആ സ്കൂളിലേക്ക് ഇന്നലെ പറഞ്ഞ ആ ജോലിയുടെ കാര്യത്തിനല്ലേ എന്ന് പറയുന്നുണ്ട്. അതെ, എന്തായാലും ആ ജോലി തീർപ്പിച്ചു. ആര്? ഞങ്ങൾ തന്നെ. അപ്പോൾ ചന്ദ്രപരയുടെ ദുഷ്ട, അച്ഛന് കിട്ടിയ ജോലി നിങ്ങൾ തീർപ്പിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, ഞങ്ങൾ എന്തായാലും അശോകൻ അങ്കിളിനെ വിളിച്ച് പറയുകയും അതുപോലെ തന്നെ മാനേജറെ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ എന്തായാലും ഞാൻ ജോലി കിട്ടില്ല, അച്ഛൻ വരില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, എടാ എന്തിനാടാ നീ അങ്ങനെ പറഞ്ഞത് എന്നിങ്ങനെ രവീന്ദ്രൻ ചോദിക്കുകയാണ്. അതെ, അതിന് പകരമായിട്ട് ഞാനാണ് അവിടെ ജോലിക്ക് പോകാൻ പോകുന്നത് എന്നും സച്ചി പറയുന്നുണ്ട്. നീയോ? അപ്പം നിനക്ക് കാർ എടുക്കണ്ടേ? അതെ, കുറച്ച് സമയമല്ലേ ഉള്ളൂ, രാവിലെയും വൈകിട്ടല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് കാർ എടുക്കാമല്ലോ. അതുകൊണ്ട് എടാ, അപ്പം ചന്ദ്ര പറയുന്നുണ്ട്, അച്ഛനക്ക് 10 രൂപ കിട്ടാൻ പോയത് അത് മുഴുവൻ അവൻ തട്ടിയെടുക്കുക, കള്ളൻ എന്ന് പറയുകയാണ്. എനിക്ക് അതിൽ നിന്ന് 1 രൂപ പോലും വേണ്ട, എന്തായാലും പൈസ കിട്ടുന്നത് മുഴുവൻ അച്ഛൻ്റെ കയ്യിൽ തന്നെ ഞാൻ കൊടുക്കും എന്ന് പറയുകയും ചെയ്യുകയാണ്. അങ്ങനെ എന്നാൽ പോയിട്ട് വരാം അച്ഛ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി അവിടെ നിന്നും പോകുന്നുണ്ട്. രേവതി പറയുന്നുണ്ട്, അതെ അച്ഛൻ ഇനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട, അച്ഛൻ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്താൽ മതിയിട്ടാ എന്നും പറഞ്ഞിട്ട് അങ്ങനെ രേവതി ഭാഗത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ ചന്ദ്രയോട് പറയാണ്, കേട്ടടി കണ്ടടി, ഞാൻ കൊണ്ടുവന്ന മരുമകൾ എന്നോട് പറഞ്ഞിട്ട് പോയത്, നീ കൊണ്ടുവന്ന മരുമകൾ എവിടെ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നമ്മുടെ ശ്രുതിയെ തന്നെയാണ് കാണിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ അപ്പോൾ സച്ചിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ സച്ചി സ്കൂളിലേക്ക് വരികയാണ്. സ്കൂളിൽ കാറൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം മാനേജറെ ചെന്ന് കാണുന്നുണ്ട്. മാനേജർ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അവിടുത്തെ മദ്യപിക്കരുത്, അതുപോലെ തന്നെ ചെറിയ കുട്ടികളാണ്, അവരെ സൂക്ഷിച്ച് കൊണ്ടുവരണം, അങ്ങനെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നാളെ തുടങ്ങി ജോയിൻ ചെയ്തോളാം പറയുകയും ചെയ്യുകയാണ്. അതേസമയത്ത് ശ്രുതി ആദിയെയും കൊണ്ടുവരികയാണ്. അങ്ങനെ ആദിയെയും വന്നിട്ട് ഓട്ടോയിൽ വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. പെട്ടെന്ന് ശ്രുതി കാണുന്നത് സച്ചി അവിടെ ഫോൺ ചെയ്ത് നിൽക്കുന്നതും അതുപോലെ തന്നെ അവിടുത്തെ ആളോട് സംസാരിക്കുന്നതൊക്കെയാണ്. അപ്പോൾ അവിടുത്തെ സെക്യൂരിറ്റിയോട് ഇവർ രണ്ടുപേരും മറിഞ്ഞു നിൽക്കുകയാണ്. ആദ്യം പിടിച്ചു വലിച്ചു കൊണ്ടുപോയി ശ്രുതി ഒരു ഭാഗത്ത് ഒളിച്ചിരിക്കുകയാണ്. എന്നിട്ട് സെക്യൂരിറ്റിയോട് ചോദിക്കുന്നുണ്ട്, ആ ആളെ അറിയോ എന്ന് ചോദിക്കാൻ. അറിയാം, അതിവിടെ പുതിയതായി ജോലിക്ക് വന്ന ആളാണ്, സ്കൂൾ ഡ്രൈവറായിട്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആദ്യയും കൊണ്ട് നമ്മുടെ ശ്രുതിയും ആ വന്ന ഓട്ടോയിൽ തന്നെ കയറി വീട്ടിലോട്ട് പൊക്കോളാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അരുൺ പോലീസ് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്. അപ്പം മറ്റു 2 പോലീസുകാരും ഉണ്ട്. അങ്ങനെ അവരിങ്ങനെ ചെക്കിങ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരു ഓട്ടോയിൽ നമ്മുടെ ഇവളെ ദേവുവിന് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പം ദേവുവിനെ
കൊണ്ടുപോവുകയാണ് ദേവുവിൻ്റെ അമ്മയും അതുപോലെ തന്നെ അനിയനും കൂടിയിട്ട്. ദേവു ഓട്ടോയിൽ അങ്ങനെ കിടക്കണം, അമ്മയുടെ മടിയിലാണ് അങ്ങനെ കിടക്കുന്നത്, ഒരു ബോധവും ഇല്ല ഓർമ്മയില്ലാതെ അങ്ങനെ കിടക്കണ പോലെയാണ്. അങ്ങനെ ഓട്ടോ പെട്ടെന്ന് പാഞ്ഞു പോകുന്നുണ്ട്. അരുൺ അത് കാണുകയാണ്. അരുണ് ദേവു ആണ് അതൊന്ന് മനസ്സിലാവുകയും അരുൺ പെട്ടെന്ന് തന്നെ അവിടുത്തെ സിയോട് പറഞ്ഞിട്ട് വണ്ടിയും എടുത്ത് ആ ഓട്ടോയുടെ പിന്നാലെ പോവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രുതിയൊക്കെ തിരികെ വീട്ടിലോട്ട് വരികയാണ്. അപ്പം വിമലാൻറ്റി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയത്, എന്താ ശ്രുതി ഇന്ന് സ്കൂളില്ലേ മോനെ എന്ന് ചോദിക്കണം. അപ്പോൾ വിവരം പറയുന്നുണ്ട്, അതെ സച്ചി അവിടെ പുതിയതായി ജോലിക്ക് വന്നിട്ടുണ്ട് ഡ്രൈവറായിട്ട്. അയ്യോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി എന്താ ചെയ്യാൻ, വേറെ സ്കൂൾ നോക്കണം എന്ന് പറയുകയാണ്. അപ്പോൾ വിമലാൻറ്റി പറയുന്നുണ്ട്, അത് വേണ്ട ശ്രുതി, എന്തായാലും ഇവിടെ ഒരുപാട് പൈസ കൊടുത്തിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു അഡ്മിഷൻ വാങ്ങിച്ചെടുത്തതല്ലേ, പിന്നെ വീടിൻ്റെ ഒക്കെ അടുത്തുമാണ്, നിന്നിപ്പോൾ നല്ലൊരു സ്കൂളൊക്കെ നോക്കിയൊക്കെ വരുമ്പോഴത്തേനും സമയം പോകും, നീ എന്തായാലും പേടിക്കണ്ട, എന്തായാലും ഞാൻ കൊണ്ടുവന്നാൽ പോരെ അവനെ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ സച്ചിയുടെ മുന്നിൽ പെട്ടാലോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ എന്തെങ്കിലും അവനോട് മറുപടി പറഞ്ഞോളാം, നിനക്ക് പരിക്ക് പറ്റാത്ത രീതിയിലുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം എന്ന് പറയുകയാണ്. ഒരു കാരണവശാലും ഇവിടുത്തെ അഡ്രസ്സും ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അവനോട് പറയരുത്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രേവതിയും കുട്ടി ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വരും, പിന്നെ നമ്മൾ തമ്മിലുള്ള കാഴ്ച പിന്നെ നടക്കില്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇവനെ കാണിക്കുന്നുണ്ട് രവീന്ദ്രൻ അങ്ങനെ പുറത്തുവന്ന് നിൽക്കുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ പൂവിൻ്റെ കാര്യത്തിനൊക്കെ വേണ്ടി ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നത്, എന്ത് പറ്റി അച്ഛ എന്ന് പറയുമ്പോൾ, ഒരു ഡ്രൈവർക്ക് ഒരിക്കലും വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ കഴിയില്ല, അവർക്കിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം, നിങ്ങൾ കാരണം എനിക്കായി ഒരു അവസരം ഇല്ലാതായി എന്നൊക്കെ ഇങ്ങനെ രവീന്ദ്രൻ സങ്കടപ്പെടുമ്പോൾ രേവതി പറയുന്നുണ്ട്, അച്ഛൻ വിഷമിക്കേണ്ട, അച്ഛനെ ഞങ്ങൾ ജോലിക്ക് വിടില്ല, അച്ഛന് വയ്യാത്തേക്കില്ല, അച്ഛൻ ഇവിടെ റെസ്റ്റ് എടുത്തിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ കുട്ടികളായിട്ട് രാവിലെ പോകാനും വൈകിട്ട് വരാനൊക്കെ എന്ത് രസമായിരുന്നു എന്ന് രവീന്ദ്രൻ പറയുമ്പോൾ, ഇവിടെയുണ്ടല്ലോ കുട്ടികൾ, ഈ കുട്ടികളുമായിട്ട് അച്ഛൻ കളിച്ചാൽ മതി എന്ന് പറയുന്നത്. ഇവിടെ കുഞ്ഞുങ്ങളെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളൊക്കെ അച്ഛൻ്റെ കുഞ്ഞുങ്ങളല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ നിന്നും പോകുന്നുണ്ട്. അതുപോലെ തന്നെ രവീന്ദ്രൻ അങ്ങനെ സന്തോഷത്തോടു കൂടി അങ്ങനെ നിൽക്കുകയും ചെയ്യുന്ന ഭാഗം കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.